എനിക്ക് വായന ഞാൻ ഒരുപാട് വായിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളുടെ ലോകത്തുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ എങ്കിലും ഞാൻ ഒരുപാട് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു കോളേജ് ടൈമും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ച ചിലപ്പോൾ 5-10 പുസ്തകങ്ങളുടെ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. വായന എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ഒരു ചെറിയ സംഭവം അല്ല അത്. എനിക്ക് റൈറ്റേഴ്സ് എന്ന് പറയുമ്പം എനിക്ക് റഷ്യൻ ലിറ്ററേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ദോസ്തോസ്കി എന്ന് പറഞ്ഞൊരു റൈറ്ററുണ്ട്. ഒട്ടുമിക്കവർക്കും അറിയുന്നുണ്ടാവും. കുറ്റവും ശിക്ഷ, പിന്നെ നിന്ദിതരും പീഡിതരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷാദങ്ങളെ പോലും ഭയങ്കര ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുപോകാനുള്ള റൈറ്ററാണ്. അപ്പൊ എനിക്ക് എൻ്റെ എഴുത്തിലൊക്കെ ആ ഒരു സ്വഭാവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബഷീർ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ വളരെ ചെറുതാക്കി എഴുതുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് എനിക്ക് ബഷീറിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അരുന്ധതി റോയ് തന്നെയാണ് ഫേവറേറ്റ് റൈറ്റർ. ഞാൻ മത്സരങ്ങളിലോ അങ്ങനെയൊന്നും പങ്കെടുക്കാത്ത അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എഴുത്തുകാരി നിലനിൽക്കാൻ എൻ്റെ അനുഭവങ്ങൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ. അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ അറിയില്ലായിരുന്നു. ഒരു കുഞ്ഞു പുസ്തകമാണ്, എനിക്കൊരു 160 കുഞ്ഞു പേജസേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ ആ എഴുത്തിലൂടെയാണ് ഇപ്പൊ ഞാൻ അറിയപ്പെടുന്നതും. എഴുത്ത് എനിക്കിപ്പോൾ എൻ്റെ സർവൈവിങ്ങിന്റെ ഭാഗം കൂടിയാണ്. ഞാൻ ജേർണലിംഗ് എഴുതിയിട്ടാണ് എഴുത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ പൂക്കളൊക്കെ ശേഖരിച്ചിട്ട് അതിൻ്റെ താഴെ കോഡ്സ് എഴുതും. അങ്ങനെ ആണ് റൈറ്റിംഗിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആദ്യം വിഷമങ്ങൾ എഴുതാന്നുള്ള എന്ന് വെച്ചാൽ ഒരു ടെക്നിക്ക് തന്നെയാണത്, ഒരു തെറാപ്പിയാണ്. നമുക്ക് തോന്നുന്ന സങ്കടങ്ങളും ദേഷ്യങ്ങളൊക്കെ എഴുതുക എന്നുള്ള സാധനം അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ എഴുതുന്ന കൂട്ടത്തിൽ എഴുതിയ സംഭവങ്ങളാണ് ഇതിലുള്ളതൊക്കെ. പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് 2-3 വേർഡ്സ് ആ എഴുതിയതിൽ ഹുക്കാവും. ഇപ്പൊ പൂമ്പാറ്റ വേട്ടയിലാണെങ്കിൽ പൂമ്പാറ്റനെ വേട്ട ചെയ്യാൻ പോകുന്ന ഒരു പരിപാടിയാണുള്ളത്. അപ്പം അങ്ങനെ എഴുതിയത് വായിച്ചിട്ട് പെട്ടെന്ന് ഹുക്കാവുന്ന ഒരു പേര് എഴുതാനുണ്ട്. പക്ഷെ എന്തോ സക്സസ്ഫുൾ ആയത്. ഞാൻ ഈ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എല്ലാ ചാപ്റ്റേഴ്സും എഴുതി കഴിഞ്ഞു, അതിന് ടൈറ്റിൽസ് ഇട്ടു. ഇനി ബുക്കിന് കൂടെ ഒരു പേര് വേണം. അപ്പം ഞാൻ എല്ലാം വീണ്ടും വായിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പം പൂമ്പാറ്റ വേട്ട എൻ്റെ ബ്രദറിന് ഓർമ്മ വരുമ്പം എനിക്ക് ആദ്യം കിട്ടുന്നത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ പൂമ്പാറ്റകൾ, കുറേ കളേഴ്സുള്ള പൂമ്പാറ്റകളെ പിടിക്കാൻ പോകുന്നൊരു സാധനമാണ്. അപ്പൊ അവനിപ്പം 30s അവൻ്റെ. പക്ഷെ എങ്കിലും എനിക്ക് അവനെ കാണുമ്പോൾ ഞങ്ങൾ പണ്ട് ഈ പൂമ്പാറ്റകളൊക്കെ പിടിക്കാൻ പോകണ ഓർമ്മ വരും.